ആഗോള സുവിശേഷകനും സൗഖ്യദായക ശുശ്രൂഷകനും ബൈബിൾ പരിഭാഷകനുമായ ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് നയിക്കുന്ന മെഗാ ബൈബിൾ ക്വസ് റിയാലിറ്റി ഷോ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. സ്നേഹിതയായ സ്വർഗ്ഗപിതാവാം ദൈവമേ, അവിടുത്തെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുവാൻ അവിടുന്ന് ഒരുക്കിയ എല്ലാ മുഖാന്തരങ്ങൾക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന മക്കളെ നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപയിൽ ഇത് പങ്കെടുക്കുന്ന കൊണ്ടും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ എല്ലാ സജ്ജീകരണങ്ങളോടും ക്രമീകരണങ്ങളോടും കൂടെ ഉണ്ടായിരിക്കണമേ. ഒരു കുറവുമില്ലാതെ, ഒരു തെറ്റ് വരാതെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കൃത്യമൊക്കെ റെക്കോർഡ് ചെയ്യുവാനും സംപ്രേഷണം ചെയ്യാനും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ നാനാരാജ്യങ്ങളിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കായിട്ട് സ്തോത്രം. യേശുക്രിസ്തുവിനെ സ്വന്തം ജീവിതത്തിൽ അനുഭവമാക്കുവാനും മറ്റനേകർക്ക് കാണിച്ചു കൊടുക്കുവാനും ദൈവവചനത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കിക്കൊണ്ട് അനേകർക്ക് ദൈവവചനത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി കൊടുക്കുവാനും സഹായിക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോട് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അടിനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് ഏഴയിലും അങ്ങയിലായിക്കൊണ്ട് ഈ ശുശ്രൂഷ നയിപ്പാൻ സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുവിൽ അപേക്ഷിക്കുന്ന കൃപയുടെ കേൾക്കുമാറാണമേ. ആമേൻ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ വേർഡ് ടു വേൾഡ് ടെലിവിഷൻ നയിക്കുന്ന ക്രിസ്ത്യൻ ക്രൗൺ 23 എന്ന മെഗാ ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ ഈ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. 112 പേരുമായിട്ട് നാം ആരംഭിച്ചതാണ്. ഇത്രത്തോളം ദൈവം നടത്തി. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യങ്ങളിൽ വന്നെത്തുവാൻ ദൈവം സഹായിച്ചു. ദൈവകൃപയാൽ നാം 7ാമത്തെ സ്റ്റേജിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ പ്രാവശ്യത്തെ നമ്മുടെ ക്രിസ്ത്യൻ ക്രൗൺ ഓരോ സ്റ്റേജും തിരുവചനത്തിലെ ഓരോ മലകളെയും പ്രതിദാനം ചെയ്യുന്നതാണ്. ഇന്ന് നമ്മൾ കയറാൻ പോകുന്നത് എഫ്രൈമാണ്. എഫ്രൈം എന്നൊരു മല ബൈബിളിലുണ്ട്. അപ്പോൾ എഫ്രൈമാണ് ഇന്നത്തെ നമ്മുടെ പർവ്വതം. അപ്പോൾ ആ പർവ്വതാരോഹണരായിട്ടാണ് നിങ്ങളിവിടെ കടന്നു വന്നിരിക്കുന്നത്. ഓൾറൈറ്റ്, അതിനെക്കുറിച്ച് കൂടുതൽ സാറ് പിന്നെ പറയും ഞാൻ ചോദിക്കുമ്പോൾ. റൈറ്റ്, സോ ഓൾ ആർ ഹാപ്പി? യെസ് മിസ്റ്റർ പോൾസൺ, യു ആർ ഓക്കെ? ഓക്കെ, ബ്ലെസ്സി. ഓൾറൈറ്റ്, ഗുഡ്. നമ്മുടെ മത്സരത്തിൻ്റെ ഘടന ഒരുപോലെ തന്നെയാണ്. നമ്മുടെ 5ാം റൗണ്ട് മാത്രമേ ഓരോ സ്റ്റേജിൻ്റെ പ്രത്യേക റൗണ്ടുണ്ട്. ആ റൗണ്ട് ഈ പ്രാവശ്യം പ്രെയർ റൗണ്ടാണ്. അത് മാറിക്കൊണ്ടേയിരിക്കും. അതാണല്ലോ ഈ മത്സരത്തിൻ്റെ ഞാൻ നയിക്കുന്ന എല്ലാ ക്വിസ് പ്രോഗ്രാംസിലും അങ്ങനെ ഒരു ചേഞ്ചിങ് റൗണ്ട് ഉണ്ടാവും. അപ്പോൾ ദാറ്റ്സ് എ 5th റൗണ്ട്. ഇന്ന് അത് മാറും. സോ ദാറ്റ് ബി ദ പ്രെയർ റൗണ്ട്. ബാക്കിയെല്ലാം നിങ്ങളിപ്പോൾ പരിചിതരാണ്. 7 സ്റ്റേജ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ 6 റൗണ്ട്സ് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇന്ന് വരുമ്പോൾ ഈ ക്വാർട്ടർ ഫൈനൽസിലേക്ക് വരുമ്പോൾ ആദ്യ റൗണ്ട് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് റൗണ്ട്. ഓരോരുത്തർക്കും ഓരോ ചോദ്യം. ശരിയായ ഉത്തരത്തിന് 5 മാർക്ക്, തെറ്റായ ഉത്തരത്തിന് -1, മറുപടി ഒന്നും പറഞ്ഞില്ലെങ്കിൽ no marks. Right? So the first Old Testament round question will go to Mr. John Zechariah. Right. Second ആയിട്ടുള്ള ന്യൂ ടെസ്റ്റ്മെൻറ്റ് റൗണ്ടാണ്. അതും അതേ തത്വമാണുള്ളത്. മിസ്റ്റർ പോൾസണിൽ നിന്നായിരിക്കും അത് ആരംഭിക്കുന്നത്. റൈറ്റ്, വിത്ത് ദിസ് വേ. റൈറ്റ്, നാം ഇതുവരെയും അങ്ങനെ തന്നെ നടത്തിയിരിക്കുന്നത്. എങ്കിലും ഓരോ സ്റ്റേജിലും അത് അനൗൺസ് ചെയ്യേണ്ടത് ആവശ്യമായിരിക്കുന്നത് കൊണ്ടാണ് അനൗൺസ് ചെയ്യുന്നത്. ക്രിസ്ത്യൻ ഫോക്കസ് റൗണ്ട്, ക്രിസ്ത്യൻ ഹിസ്റ്ററി, ബൈബിൾ ഹിസ്റ്ററി തുടങ്ങിയ കാര്യങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള റൗണ്ടാണ്. ബ്ലെസ്സിസാണ് വിൽ സ്റ്റാർട്ട് ഷോ. അടുത്തതായിട്ട് ബൈബിൾ ബമ്പർ റൗണ്ടാണ്. 5 ചോദ്യങ്ങൾ. ഓരോ ചോദ്യത്തിനും 2 മാർക്ക് വീതമേ ഉള്ളൂ. നേരത്തെ കൂടുതൽ മാർക്കുണ്ടായിരുന്നു, 3 ആയിരുന്നു, 2 കുറച്ചിട്ടുണ്ട്. 5 ചോദ്യങ്ങൾ. ഓരോരുത്തർക്കും ചോദ്യങ്ങളല്ല, പൊതു ചോദ്യങ്ങളാണ്. ബസർ റൗണ്ടാണ്. റൈറ്റ്. നെക്സ്റ്റ് റൗണ്ട്, ലാസ്റ്റ് റൗണ്ട് പ്രെയർ റൗണ്ടാണ്. പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഒരു ചോദ്യം, സിമ്പിളായിട്ട്. ആ ചോദ്യത്തിന് മറുപടി കഴിഞ്ഞ ശേഷം പ്രാർത്ഥിക്കേണ്ട അവസരം ലഭിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ബോധ്യപ്പെടുന്ന രീതിയിൽ പ്രാർത്ഥിക്കുക. റൈറ്റ്. അത്
ഈ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൻ്റെ അവസാനത്തെ ഐറ്റമായിരിക്കും. ഓൾ റൈറ്റ്, നിങ്ങളെ തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുക. ദൈവനാമത്തിന് മഹത്വം. എൻ്റെ പേര് ജോൺ സക്കറിയ. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ നിന്നാണ് കടന്നു വരുന്നത്. ഞാനൊരു ബൈബിൾ സ്കൂൾ അധ്യാപകനാണ്. എനിക്ക് മാതാപിതാക്കളും 3 സഹോദരങ്ങളുമുണ്ട്. ഞാൻ വിവാഹിതനാണ്. ഈ ബൈബിൾ ക്വിസ് പ്രോഗ്രാമിൻ്റെ 7ാം സ്റ്റേജിലും കടന്നു വന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ഇടയായാലും എനിക്ക് സന്തോഷമുണ്ട്. സംഘാടകരെയും എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ലോകമെമ്പാടും ഞങ്ങളുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ താങ്ക് യു. എൻ്റെ പേര് ബ്ലെസ്സി സേന GN. ട്രിവാൻഡ്രത്ത് നിന്നാണ് വരുന്നത്. CETയിൽ BTech സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റാണ്. ഇവിടെ വരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ പേര് പോൾസൺ PK. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്ത് നിന്ന് കടന്നു വരുന്നു. IPC ഹെബ്രോൻ പഴഞ്ഞിയിലെ മെമ്പറാണ്. എനിക്ക് ഭാര്യയും 3 മക്കളുമുണ്ട്. 2 മക്കൾ വിവാഹം ചെയ്ത് കഴിഞ്ഞു. ഇളയ മകൻ +2 പഠിക്കുന്നു. ഇന്ന് ഇവിടെ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു മിസ്റ്റർ പോൾസൺ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ഇതിനെക്കുറിച്ച്, ഞാൻ പറഞ്ഞതിനെക്കുറിച്ച്? എനിത്തിങ് മിസ്റ്റർ പോൾസൺ, എന്തെങ്കിലും സംശയങ്ങളൊന്നുമില്ല? എവറിത്തിങ് ഈസ് ക്ലിയർ. അപ്പോൾ നമ്മുടെ സ്കോർ കീപ്പേഴ്സായിട്ട് ജഡ്ജസ് എന്ന് പറയുമ്പോൾ നമ്മുടേതായിട്ടുള്ള ബൈബിൾ ബമ്പർ റൗണ്ടിൻ്റെ ലൈറ്റൊക്കെ കത്തുന്നത് കൃത്യമായിട്ട് കണ്ടുപിടിക്കാനായിട്ട് കണ്ണാടിയുള്ള 2 പേരെ ഇവിടെ വെച്ചിട്ടുണ്ട്. റൈറ്റ്. സോ ടുഡേ വി ഹാവ് മിസ്റ്റർ രാജീവ് വർഗീസ് ആസ് ദ സ്കോർ കീപ്പർ കം ജഡ്ജ്. എൻ്റെ പ്രിയ പത്നിയാണ്, കൂട്ടുവേലക്കാരിയാണ്, എന്നോടൊപ്പം ശുശ്രൂഷയിൽ പ്രവർത്തിക്കുന്നു. രാജയെ കർത്തനാമത്തിൽ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് മിസ്സസ് ജീന റാഫി. ഷീ ആൻഡ് എ ഫാമിലി ഈസ് വിത്ത് ദ ഫെലോഷിപ്പ് ഫോർ ദ ലാസ്റ്റ് 2 decades. അബുദാബിയിൽ നിന്ന് ഇതിനായിട്ട് എത്തിയിരിക്കുകയാണ്. ജീനയുടെ ഹസ്ബൻഡ് മിസ്റ്റർ റാഫി ജോൺ അബുദാബിയിലെ നമ്മുടെ ശുശ്രൂഷകനാണ്. I welcome Gina to this round in the name of Jesus. Right. അടുത്തതായിട്ട് പ്രേക്ഷകരാണ്. ലോകത്തിലെ 4 രാജ്യങ്ങളിൽ നിന്ന് ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രേക്ഷകരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സാക്ഷികളായി തീരുവാനും കർത്താവ് യേശുക്രിസ്തു അനുഭവമാക്കുവാനും ദൈവവചനത്തിൻ്റെ പൊരുളുകൾ മനസ്സിലാക്കി അനേകർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ തക്കവണ്ണം എളിയ ശുശ്രൂഷ നിങ്ങൾക്ക് മുഖാന്തരം ഒരുക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കുകയാണ്. So here we go with the first round, the Old Testament round, and the first question goes to John Zachariah. പ്രവാചകന്റെ ജീവൻ രക്ഷിക്കുന്നതിനായി ഉപവസിച്ച് പ്രാർത്ഥിച്ച രാജാവാരാണ്? ദാരിയാവേശ്. ഉത്തരം വളരെ ശരിയാണ്. അതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ദാനിയേൽ പ്രവാചകനെ സിംഹക്കുഴിയിലിട്ടു. ദാനിയേൽ പ്രവാചകനെ സിംഹക്കുഴിയിലിട്ടു. എന്നാൽ രാജാവിന് അത് പൂർണ്ണമായിട്ടും ഹിതമല്ലായിരുന്നു. അതുകൊണ്ട് രാജാവ് രാത്രി മുഴുവൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഉപവസിച്ച് രാത്രി കഴിച്ചു. അതെ, അദ്ദേഹം രാത്രി മുഴുവൻ ആരോടാണ് പ്രാർത്ഥിച്ചത്? ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദാനിയേലിൻ്റെ ദൈവത്തോട്. റൈറ്റ്. ഞാൻ അതിനൊന്നും മാർക്കുള്ള ചോദ്യമല്ല, ടീച്ചറായതുകൊണ്ട് കൂടുതൽ എക്സ്പോസിഷൻ ലഭിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പ്രേക്ഷകർക്ക് അതുകൊണ്ട് കൂടുതൽ പ്രയോജനമുണ്ടാകും. റൈറ്റ്. 5 marks ഫോർ മിസ്റ്റർ ജോൺ സക്കറിയ. റൈറ്റ്. നെക്സ്റ്റ് ഈസ് ടു ബ്ലെസ്സി സായാണ്. വെരി ഈസി ക്വസ്റ്റ്യൻ. ഞാൻ നിന്നെ എടുത്ത് മുദ്രമോതിരമാക്കും, ആരോട് അരുളി ചെയ്തു? ഹഗ്ഗായി പ്രവാചകൻ മുഖാന്തരം സെരുബാബേലിനെ കുറിച്ചിട്ട് ദൈവം പറയുന്നതാണ്. എക്സാക്ട്ലി, വെരി ബ്യൂട്ടിഫുൾ ആൻസർ. യഹോവയാം ദൈവം അരുളി ചെയ്തു, ഹഗ്ഗായിലൂടെ അരുളി ചെയ്തു. ആരോട് അരുളി ചെയ്തു? പറഞ്ഞല്ലോ, സെരുബാബേലിനോട് അരുളി ചെയ്തു. വെരി ഗുഡ് ആൻസർ. 5 marks ഫോർ ബ്ലെസ്സി സായാണ്. യെസ് മിസ്റ്റർ ഫോൾസ്. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ എന്ന് ചോദിച്ചതാര്? ആരോട്? പാസ്. യെസ് മിസ്റ്റർ ജോൺ സക്കറിയ. ദൈവം ആമോസിൽ കൂടെ ചോദിക്കുന്ന ചോദ്യമാണ്. ദൈവം ആമോസിനോട് ചോദിക്കുന്നതാണെന്ന് ഉറപ്പാണോ? ആമോസിൽ കൂടെ ചോദിക്കുന്ന ചോദ്യമാണ്. ആമോസിൽ കൂടെ ചോദിക്കുന്ന ചോദ്യമാണ്. ഓൾ റൈറ്റ്, ഐ ഹോൾഡ് ദാറ്റ് ആൻസർ. ബ്ലെസ്സി, യു ഹാവ് ഗോട്ട് ആൻ ആൻസർ?
പാസ്. എനിക്ക് ഈ ഭാഗം ഒന്ന് വായിച്ചു തരുമോ? യെഹെസ്കേൽ 22:14. യെസ് രാജു, റീഡ് ഇറ്റ്. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ ധൈര്യം നിലനിൽക്കുമോ? നിന്റെ ധൈര്യം നിലനിൽക്കുമോ? നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? യഹോവയായ ഞാൻ അത് അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ നിവർത്തിക്കുകയും ചെയ്യും. സോ ദൈവം എന്ന് പറഞ്ഞത് ഒരു വലിയ ആൻസറായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. റൈറ്റ്, ദൈവമാണ് ചോദിച്ചത്. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? ഒരു ഫേമസ് ചോദ്യമാണ്. സോ യു ഗെറ്റ് 2 marks ഇനി, റൈറ്റ്. മറ്റവരാരും പറഞ്ഞില്ല, അതുകൊണ്ട് മറ്റും പറഞ്ഞായിരുന്നു? ഇല്ലല്ലോ, ഇല്ല. അറിഞ്ഞിരിക്കേണ്ട ചോദ്യമാണ് കേട്ടോ. യെഹെസ്കേലിനോട് ആമോസിനോടും ഈ ചോദ്യമല്ല, ഈ ഒരു അർത്ഥം വരുന്ന വേറെ ചോദ്യമാണ്. ബട്ട് നോട്ട് ദിസ് വൺ. ഈ അർത്ഥം ഇല്ല ഇതിന്. സോ ദാറ്റ് ബ്രിങ്സ് us to the close of the Old Testament round, and will you please give the marks? Mr. John Zechariah 7 marks. Mr. John Zechariah gets 7 marks. Blessed Ziona 5. Blessed Ziona 5. Mr. Paulson nil. Mr. Paulson nil. All right. Now Mr. Paulson is going to get a chance. New Testament round. വളരെ എളുപ്പമായിട്ടൊരു ചോദ്യമാണ്. താങ്കൾ ഇത് നേരത്തെ മറുപടി പറഞ്ഞോ എന്ന് എനിക്ക് സംശയമുണ്ട്. പൗലോസ് യഹൂദന്മാരാൽ എത്ര അടി കൊണ്ടു? അടി വീതം 5 പ്രാവശ്യം. വളരെ ശരിയാണ്. വളരെ കണക്ക് കൂട്ടി വളരെ ബന്ധപ്പെട്ടാണ് ആ ഉത്തരം കണ്ടുപിടിച്ചിരിക്കുന്നത്. 1 കുറയെ 40 എന്ന് പറയുമ്പോൾ 39 ആണെന്നാണ് പോൾസൺ കണ്ടുപിടിച്ചത്. ശരിയാണ്, 5 പ്രാവശ്യം ശരിയാണ്. റൈറ്റ്. വാക്യം 1 കുറയെ 40 അടി 5 പ്രാവശ്യം എന്നാണ്. റൈറ്റ്. അതുകൊണ്ട് ഫുൾ മാർക്സ് ലഭിക്കുന്നു, 5 മാർക്ക്. റൈറ്റ് ടു മിസ്റ്റർ പോൾസൺ PK. സെക്കൻഡ് ഈസ് ടു ബ്ലസ്സി സയണ്ണ. ഹാനോക്കിന്റെ പ്രവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏത് പുസ്തകത്തിലാണ്? യൂദയുടെ പുസ്തകത്തിലാണ്. ഉത്തരം വളരെ ശരിയാണ്. ഓക്കെ, യൂദയുടെ പുസ്തകത്തിൽ എത്ര അധ്യായങ്ങളുണ്ട്? ഒരധ്യായമേ ഉള്ളൂ. ഉത്തരം വളരെ ശരിയാണ്. ഇനി വല്ല ചോദിക്കണോ? സോ ഏത് യൂദയാണ്? ഒറ്റിക്കൊടുത്ത യൂദയാണോ? അല്ല, പുള്ളി പുസ്തകം എഴുതിയിട്ടില്ല. റൈറ്റ്, 5 മാർക്സ് ഫോർ ബ്ലസ്സിസ് ആണ്. ഹാനോക്കിന്റെ പ്രവചനത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഏക പുസ്തകം യൂദയുടെ പുസ്തകമാണ്. 14-15 വാക്യങ്ങൾ. ഓൾറൈറ്റ്, ജോൺ സക്കറിയ. വളരെ എളുപ്പമായ ചോദ്യമാണ്. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും വളരെ ഔദാര്യം കാണിച്ച സഭ ഏത്? ഫിലിപ്പിയ സഭ. ഫിലിപ്പിയ സഭ എന്ന് പറയുന്ന ഉത്തരത്തിനകത്തിൽ ഒരു മോഡിഫിക്കേഷൻ വേണ്ടി വരും. താങ്കളുടെ ലാസ്റ്റ് ചോദ്യം ചോദിച്ചു, അപ്പോൾ അടുത്തത് വരുന്നത് മിസ്റ്റർ പോൾസണാണ്. വല്ല മോഡിഫിക്കേഷൻ ഉണ്ടോ മറുപടിക്ക്? കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും വളരെ ഔദാര്യം കാണിച്ച സഭയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഫിലിപ്പിയ സഭയെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് എന്തെങ്കിലും ചേഞ്ചസ് വല്ലതും ഉണ്ടോ, മോഡിഫിക്കേഷൻ ഉണ്ടോ? യെസ്, ബ്ലസ് anything? Pass. Will you please read 2 Corinthians chapter 8 verse 1 and 2? സഹോദരന്മാരെ, മക്കദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. കഷ്ടത എന്ന കഠിന പരീക്ഷയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ഔദാര്യത്തിൻ്റെ വലിയ സമ്പത്തായി കവിഞ്ഞൊഴുകി. പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും അവർ സ്വമേധയായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷിക്കുന്നു. അതാണ് ഉത്തരം. ഫിലിപ്പിയ സഭയല്ല. അപ്പോൾ -1 മാർക്ക് ഫോർ ജോൺ സക്കറിയ. റൈറ്റ്. സോ വിൽ യു പ്ലീസ് ഗിവ് മീ ദ സ്കോർ? John Zechariah -1. Mr. John Zechariah gets -1. Blessed Ziona G 5. Blessed Ziona 5. Huh? Yeah. Right. Paulson PK 5. Paulson PK 5 marks. All right. That brings us to the close of the New Testament round. It starts with Blessed Ziona. ഇസ്രായേൽ ചരിത്രത്തിലെ രാജ്ഞിമാരിൽ ഏറ്റവും നീചരായ ഒരു അമ്മയും മകളും ആരാണ്?
ഇസാബേലും അതല്യയും. അതല്യയും. എന്താ ഇത്ര പേടി? റൈറ്റ് ആൻസർ 5 മാർക്സ്. ഞാനൊരു ഉപചോദ്യം ചോദിക്കുകയാണ്. ആൻസർ ചെയ്യാൻ തയ്യാറാണോ? ഓൾറൈറ്റ്. അവര് ഏത് രാജ്യങ്ങളിലെ രാജ്ഞിമാരായിരുന്നു? ഇസബേൽ ഇസ്രായേലിലെയും അതല്യ യൂദയിലെയും. Right, exactly the right answer. So 1 bonus mark for Blessed Anna. Second question is to Mr. Paulson, right? വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഗത്ത് രാജാവായ ആഖീഷ് ദാവീദിന് ചെയ്ത ഉപകാരം എന്താണ്? ഗത്ത് രാജാവായ ആഗീസ് സിക്ലാഗ് എന്ന ദേശം ദാവീദിന് കൽപ്പിച്ചു കൊടുത്തു. എന്തിനങ്ങനെ കൽപ്പിച്ചു കൊടുക്കേണ്ട കാര്യം? എല്ലാവർക്കും ഇങ്ങനെ പതിച്ചു കൊടുക്കുകയാണോ? വാട്ട് ഇസ് ദ റീസൺ? താങ്കൾ പറഞ്ഞ മറുപടി ശരിയാണ്. സോ കണ്ടിന്യൂ ഫ്രം വൈ. എന്തുകൊണ്ട്? പുള്ളിക്ക് വേറെ ദേശമൊന്നും ഇല്ലായിരുന്നു. വാട്ട് ഇസ് ദ റീസൺ? എന്ത് കാരണം കൊണ്ട്? ദാവീദ് അവിടെ ഓടിച്ച് പോയപ്പോൾ ഗത്ത് രാജാവായ ആഗീസിൻ്റെ അടുക്കൽ അഭയം പ്രാപിച്ചു. തൻ്റെ കൂടെ നിന്ന് വിശ്വസ്തനായി യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയതുകൊണ്ട് ആ വിശ്വസ്തയ്ക്ക് ഒരു കൽപ്പിച്ചു കൊടുത്ത ദേശമാണ്. അല്ല, അങ്ങനല്ല. ശൗലിൻ്റെ ആക്രമണത്തെ ഭയന്നാണ് അദ്ദേഹം ഓടി ഗത്രാവിൻ്റെ അടുക്കൽ അഭയം തേടി. അങ്ങനെയാണ്. എന്താണ്? ശൗലിൻ്റെ ആക്രമണം കൊണ്ടാണ് അവിടെ താമസിക്കാൻ പറ്റാതെ വന്നപ്പോൾ ശൗല് ദാവീദിനെ കൊന്നുകളയും എന്ന ഒരവസ്ഥ വന്നപ്പോഴാണ് ഫിലിസ്ത്യ ദേശത്ത് നിന്ന് ഗത്ത് രാജാവായ ആഗീഷിന് അഭയം തേടുന്നത്. ഓൾറൈറ്റ്. അതുകൊണ്ട് 5 മാർക്സ് ഫോർ പോൾസ് കുറയ്ക്കുന്നില്ല കേട്ടോ. ഓൾറൈറ്റ്. സോ ദ തേർഡ് ക്വസ്റ്റ്യൻ ഈസ് ഫോർ സാറിനാണ്. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. വിശുദ്ധ ബൈബിൾ ആര്, ഏത് വർഷം, ഏത് രാജ്യത്താണ്, ഏത് ഭാഷയിലാണ് അച്ചടിച്ചത്? 4 ക്വസ്റ്റ്യൻ അതിലുണ്ട്. ഓരോന്നായിട്ട് എന്നോട് പറയണം. ഗുട്ടൻബർഗ്, ജർമ്മനിയിൽ. ഗുട്ടൻബർഗ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വേറെ, അതിൻ്റെ കൂടെ വേറെ വല്ല പേരുണ്ടോ? താങ്കൾ പറഞ്ഞ ഗുട്ടൻബർഗിൻ്റെ മുൻപിൽ ഒരു പേരുണ്ട്. അതെന്താണ്? എന്നാലേ ഉത്തരം പൂർണ്ണമാകുള്ളൂ. ഒന്ന് ആലോചിക്കും. നോ പ്രോബ്ലം. കിട്ടുന്നില്ല. അപ്പോൾ ഇതില്ലെങ്കിൽ പിന്നെ അടുത്ത ചോദ്യത്തിനോട് പോകാൻ പറ്റില്ല. അണ്ടർസ്റ്റാൻഡ് മീ? അടുത്ത ചോദ്യം അറിയാമായിരിക്കും. ബട്ട് യു ഹാവ് ടു ഗിവ് ദ റൈറ്റ് ആൻസർ ഫോർ ദ ഫസ്റ്റ് വൺ. ജർമ്മൻ ഗുട്ടൻബർഗ് വളരെ തെറ്റായ ആൻസർ ആണ്. സോ ദാറ്റ്സ് നോട്ട് എ നെയിം. -1 ഫോർ ജോൺ സക്കറിയ. ബ്ലസീസ് ആണ്. ഡു യു ഹാവ് എനി മാർക്ക്? ജോഹാൻ ഗുട്ടൻബർഗ് is the right answer. ജോഹാൻ. ഓൾറൈറ്റ്. സാറ് ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഗുട്ടൻബർഗ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു സ്ഥാപനം. അപ്പോൾ ഈ ജോഹാൻ ഗുട്ടൻബർഗ് നമ്മൾ എപ്പോഴും എവിടെ നോക്കിയാലും കാണുന്നു. ഓൾറൈറ്റ്. ജസ്റ്റ് ഇൻഫർമേഷൻ. യെസ് മോളെ. ആൻഡ് സെക്കൻഡ് വൺ. ലാറ്റിൻ ഭാഷയിലാണ് അച്ചടിച്ചത്. പിന്നെ ജർമ്മനിയിലാണ് അച്ചടിച്ചത്. അതെനിക്കറിയാം. ജർമ്മനിലെ ഏത് സ്ഥലത്താണ് അച്ചടിച്ചത് ചോദിച്ചത്? സ്ഥലം അറിയില്ല. അതറിയത്തില്ല. അപ്പോൾ ആ മാർക്ക് പോയി. പിന്നെ ഇയർ 1455 to 56. അതും കറക്റ്റ്. വളരെ ശരിയാണ്. അപ്പോൾ -1. രണ്ടാമത്തെ ചാൻസ് ആയതുകൊണ്ട് 1 മാർക്ക് കുറയും. ബാക്കിയുള്ള 3 മാർക്കിൽ നിന്ന് ആ 3 മാർക്ക് 2 ചോദ്യങ്ങൾ മാത്രമേ മറുപടി തന്നിട്ടുള്ളൂ. സോ യു ഗെറ്റ് 2 മാർക്സ്. ഓൾറൈറ്റ്. ബ്ലസീസ് ആണ്. പോൾസൺ, ഇനി ഒരു ചോദ്യം ബാക്കിയുണ്ട്. ഇതെവിടെ അച്ചടിച്ചത്? ജർമ്മനിയിലെ ഒരു പ്രത്യേക സ്ഥലത്താണ് ഇത് അച്ചടിച്ചത്. അതെവിടെയാണെന്ന് ചോദിച്ചത്. മൈനസ് മാർക്കൊന്നുമില്ല കേട്ടോ. ഇല്ലെങ്കിൽ ജസ്റ്റ് നോ മൈനസ് മാർക്ക്. 1 മാർക്കിന് വേണ്ടി ഒരു പിടുത്തമാണ്. സാറ് കൊണ്ടുപോയി. ഇപ്പം നോക്കും. ബാക്കിയൊക്കെ സ്റ്റാർട്ടായി കിട്ടി. കുന്നംകുളത്ത് ഒരുപാട് പ്രിൻറ്റിംഗ് പ്രസ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഞാനങ്ങനെ കേട്ടിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. അവിടെ ബൈബിൾ അച്ചടിച്ചായിട്ട് എനിക്കറിഞ്ഞുകൂടാ. ഇനി അടുത്ത സാറിൻ്റെ ചാൻസ് ഇല്ല. പാസ്. മെയിൻസ്. സോ ദ ആൻസർ ഇതാണ് എൻ്റെ ആൻസർ. ജോഹാൻ ഗുട്ടൻബർഗ്
1456 മെയിൻസ് എന്ന് പറയുന്ന സ്ഥലത്ത് ലത്തീൻ ഭാഷയിൽ ആദ്യത്തെ ബൈബിൾ അച്ചടിച്ചു. ഇനി ഇമ്പോർട്ടൻസ് മറക്കോ? ഇല്ല. യു വിൽ റിമെമ്പർ വിച്ച് പ്ലേസ്? Yes. മെയിൻസ്. റൈറ്റ്. സോ യു ഹാവ് നോട്ടഡ് ദ മാർക്സ്, റൈറ്റ്? Ready? So now you can give me, Gina, what are the marks? John Zachariah -1. Yes, John Zachariah gets -1 for the first time. Yes. Blessed Ziona G 8. Bessie Zana gets 8 marks. Paulson PK 5. And Paulson became 5 marks. All right. There are 5 questions to be answered. 5 ചോദ്യങ്ങളാണ്. ഓരോ ചോദ്യത്തിനും 2 മാർക്ക് വീതമാണ്. ചോദ്യങ്ങളെല്ലാം പൊതുചോദ്യങ്ങളാണ്. കൈയുടെ വേഗതയും മനസ്സിൻ്റെ കൂർമ്മതയുമാണ് ഇതിൻ്റെ ഉത്തരത്തിന് ശരിയായിരിക്കുന്ന കാര്യം. കൃത്യമായിട്ട് എന്താ ഓടിച്ചിരിക്കുന്നത്? കൃത്യമായിട്ട് ചിന്തിക്കുകയും അതിനേക്കാട്ടിൽ വേഗത്തിൽ കൈ അമർത്തുകയും ചെയ്യുമ്പോഴേ മാർക്ക് ലഭിക്കുകയുള്ളൂ. 2 മാർക്കാണ് ആദ്യത്തെ ചോദ്യം. ഓൾറൈറ്റ്. വളരെ ലളിതമായൊരു ചോദ്യമാണ്. അവൾ ആഗ്രഹിച്ചതും ചോദിച്ചതുമെല്ലാം രാജാവ് അവൾക്ക് കൊടുത്തു എന്ന് തിരുവചനം രേഖപ്പെടുത്തുന്നു. ആർക്ക് കൊടുത്തു? ശലോമോൻ ശേബാരാജ്ഞിക്ക് കൊടുത്തു. ശലോമോൻ ശേബാരാജ്ഞിക്ക് കൊടുത്തു. വളരെ ശരിയാണ്. 2 മാർക്സ് ഫോർ പോൾസൺ PK. റെഡിയാണോ? ഓയ്. ആരാണ് ശേഷ് ബസർ? ഇതൊരു ബസർ റൗണ്ടാണ്. ബസറുമായിട്ട് വല്ലതും ബന്ധപ്പെട്ട ആളാണോ? ശേഷ് ബസർ. യെസ്. ഇനിയും വല്ല മറുപടി ഉണ്ടോ? ഉണ്ടോ സാറേ? ഇല്ല. സെരുബാബേലിന്റെ ബാബിലോണിയൻ പേരാണ് ശേഷ് ബസർ. വിഭജിക്കപ്പെട്ട യോർദാൻ നദിയിലൂടെ 2 പ്രാവശ്യം നടന്നുപോയ വ്യക്തി ആര്? യെസ്, പറയൂ. എലീശ. എലീശയാണ് ഉത്തരം. വളരെ ശരിയാണ്. റൈറ്റ്. 2 മാർക്സ് ഫോർ ജോൺ സക്കറിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിക്യ സുന്നോദോസ് നടന്ന വർഷം ഏതാണ്? യെസ്. AD 325. AD 325. ഉത്തരം ശരിയാണ്. 2 മാർക്സ് ഫോർ ജോൺ സക്കറിയ. ആരാണ് നഥനയേലിനെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നത്? യെസ്. ഫിലിപ്പോസ്. ഉത്തരം ശരിയാണ്. 2 മാർക്സ്. റൈറ്റ്. വിൽ യു പ്ലീസ് give the marks? John Zachariah 4. John Zachariah gets 4 marks. Blessed Ziona G 2. Blessed Ziona gets 2. 2. Yes. Paulson PK 2. Yeah. അപ്പോൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി അത് കഴിഞ്ഞ ശേഷം പ്രാർത്ഥിക്കണം. ഓൾറൈറ്റ്. ആദ്യത്തെ ചോദ്യം സാറിനോടാണ്. ഞാൻ എൻ്റെ കഷ്ടനിമിത്തം യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരളി. ഞാൻ പാതാളത്തിൻ്റെ വയറ്റിൽ നിന്ന് നിലവിളിച്ചു, നീ എൻ്റെ നിലവിളി കേട്ടു. ആരാണ് പ്രാർത്ഥിക്കുന്നത്? എവിടെ നിന്നുമാണ് പ്രാർത്ഥിക്കുന്നത്? യോന പ്രവാചകനാണ് പ്രാർത്ഥിക്കുന്നത്. മീനിന്റെ വയറ്റിൽ നിന്നും പ്രാർത്ഥിക്കുന്നു. യോന പ്രവാചകൻ മീനിന്റെ വയറ്റിൽ നിന്നും പ്രാർത്ഥിക്കുന്നു. ഉത്തരം വളരെ ശരിയാണ്. 5 മാർക്സ് ഫോർ ജോൺ സക്കറിയ. റൈറ്റ്. ഇപ്പോൾ നമ്മൾ ഈ ശുശ്രൂഷ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചോട്ടെ. റൈറ്റ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവനാദിയമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഈ ബൈബിൾ ക്വിസ് മത്സരത്തിൻ്റെ 7ാം സ്റ്റേജിൽ ഞങ്ങൾ കടന്നു വരുവാനും ഞങ്ങൾക്ക് അവിടുത്തെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങളെ സഹായിച്ചതിനായ സ്തോത്രം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ മാത്യൂസ് വർഗീസ് സാറിനെയും ടീമുകളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാണമേ. ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘാടകരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാണമേ. ഞങ്ങളുടെ ഈ പ്രവർത്തനം മൂലം ലോകമെമ്പാടുമുള്ള അനേകർ യേശുവിനെ കണ്ടുമുട്ടാൻ കർത്താവ് സഹായിക്കണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇത് സുവിശേഷ പ്രവർത്തനത്തിന് ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് ഒരു മുഖാന്തരമാക്കി തീർക്കണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. അനേകർ ദൈവവചനം വായിച്ച് പഠിച്ച് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി തീരുവാൻ കർത്താവ് ഈ പ്രവർത്തനങ്ങളെ മുഖാന്തരമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളിലൊക്കെയും കർത്താവ് പ്രവർത്തനത്തിൽ അനുഗ്രഹിച്ചതിനായ സ്തോത്രം.
തുടർന്ന് കർത്താവ് അനുഗ്രഹിക്കണം. അനേക ആത്മാക്കളുടെ രക്ഷയ്ക്കും വിടുതലിനും ഉദാഹരണത്തിന് കർത്താവ് മുഖാന്തരമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ പ്രിയ സ്ഥാനെയും എല്ലാ സംഘടനയും കർത്താവ് അനുഗ്രഹിക്കണം. മത്സരിക്കുന്നവരെയും കർത്താവ് അനുഗ്രഹിക്കണം. എല്ലായിടത്തും നാമത്തിനായി തിരുവാൻ കർത്താവ് സഹായിക്കണം. പ്രാർത്ഥന ഇട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൻ്റെ പിതാവേ, ആമേൻ. അടുത്ത ചോദ്യം ബ്ലസീസായനോടാണ്. ഞങ്ങൾക്കെതിരെ വരുന്ന ഈ വലിയ സൈന്യത്തോട് എതിർക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയില്ല, എന്തു ചെയ്യണമെന്ന് അറിയുന്നതുമില്ല. എങ്കിലും ഞങ്ങളുടെ കണ്ണ് നിങ്കിലേക്ക് ഉയർന്നിരിക്കുന്നു. ആരാണ് പ്രാർത്ഥിക്കുന്നത്? ഏത് സാഹചര്യത്തിലാണ് പ്രാർത്ഥിക്കുന്നത്? ജഹോഷാഫാത്താണ് പ്രാർത്ഥിക്കുന്നത്. യഹോഷാഫാത്താണ് പ്രാർത്ഥിക്കുന്നത്. മോവാബൈറ്റ്സ്, അമോനൈറ്റ്സ് ആൻഡ് മ്യൂനൈറ്റ്സ് യുദ്ധത്തിന് വരുമ്പോഴത്തേക്കും അവരിൽ നിന്ന് രക്ഷിക്കാനായിട്ട് യഹോവയോട് പ്രാർത്ഥിക്കുന്നത്. ആരാണ് അദ്ദേഹത്തിനെതിരെ യുദ്ധത്തിന് വന്നത്? മോവാബൈറ്റ്സ്, Moabites. Ammonites and Meunites. The same answer you got it yesterday, right? That's the right thing. No, 5 marks for Blessing Zahana. And will you please pray now? Your time to pray, right? ഹല്ലേലൂയ. യേശുപ്പച്ച, അങ്ങയുടെ സന്നിധിയിൽ കർത്താവെ, ഇവിടെ ഒരു മത്സരമായിട്ട് കടന്നു വരുന്നുള്ള കർത്താവെ, 2-3 പേർ അങ്ങയുടെ നാമത്തിൽ എവിടെ കൂടിയാലും അങ്ങ് ഞങ്ങളുടെ മധ്യത്തിലുണ്ടെന്ന് അരുളി ചെയ്ത ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം ഇവിടെ ഉള്ളതിനായി നന്ദി പറയുന്നു. അപ്പച്ച, ഈ ക്വിസ് കോമ്പറ്റീഷനെ മുൻപിൽ നിന്നും പിൻപിൽ നിന്നും പ്രവർത്തിക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങയുടെ കാര്യം അവരോട് കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന യേശുപ്പച്ച, എല്ലാ സഭകളിലുള്ളവരെയും കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണം. ഏത് സഭാ മതിയാലും കർത്താവെ, അങ്ങയുടെ നാമം കർത്താവെ ലോകമെമ്പാടും അറിയുവാനായിട്ട് അപ്പച്ച ഇതൊരു മുഖാന്തരമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന യേശുപ്പച്ച, കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും കർത്താവെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസമോ രോഗമാണോ മനോവ്യസനത്താൽ കലങ്ങുന്നവരാണെങ്കിലും അപ്പച്ച അവരുടെ ആവശ്യങ്ങളിൽ അങ്ങ് കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്കൊരു തണലായി താങ്ങായി അങ്ങ് ആശ്വാസകനായി കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സിലും ശരീരത്തിനും ഒരുപോലെ അങ്ങ് ധൈര്യവും ബലവും പകർന്ന് അവരെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കൂടുതൽ അടുക്കുവാനായിട്ടും അങ്ങയുടെ നാമം അവരിലൂടെ ഓരോരുത്തരോടും മഹത്വപ്പെടുവാനായിട്ട് അങ്ങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യുവതലമുറയിലുള്ള എല്ലാവർക്കും കർത്താവെ, അപ്പച്ച മദ്യപാനത്തിനും മറ്റ് ദുശീലങ്ങൾക്കും അടിമപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവെ അങ്ങയുടെ സ്നേഹം അറിയുവാനായിട്ടും അവരെയും കർത്താവിലേക്ക് അടുപ്പിക്കുവാനായിട്ടും അങ്ങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രാജ്യമെമ്പാടും കർത്താവെ പീഡ അനുഭവിക്കുന്ന ഓരോരുത്തരും കർത്താവെ അങ്ങയ്ക്ക് വേണ്ടി കൂടുതൽ നിൽക്കുവാനായിട്ടും അങ്ങയുടെ സ്നേഹം അവരിലൂടെ പ്രതിഫലിക്കുവാനായിട്ടും ഒരു സാക്ഷ്യജീവിതം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അതിനായിട്ട് മുഖാന്തരം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ, അങ്ങനെ തന്നെ ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. അങ്ങയുടെ ഒരു ജീവിക്കുന്ന ഒരു സാക്ഷിയായി ഞങ്ങൾ ഓരോരുത്തരും അങ്ങ് തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കിട്ടനെ സ്വത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. അടുത്തതായിട്ട് മിസ്റ്റർ പോൾസണുള്ള ചോദ്യമാണ്. വന്ധ്യയായ തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവൻ്റെ പ്രാർത്ഥന കേട്ടു, ഭാര്യ ഗർഭം ധരിച്ചു. ഭാര്യ ഭർത്താക്കന്മാരുടെ പേരുകൾ എന്ത്? ഹന്ന എൽക്കാന. അതല്ല. യെസ്, -1 മാർക്ക് ഫോർ പോൾസൺ. സാറിൻ്റെ ചാൻസാണ്. ഇസാക്ക് റിബേക്ക. ഇസാക്ക് റിബേക്ക. എൽക്കാന പ്രാർത്ഥിച്ചായിട്ട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. എന്നാൽ ഇസഹാക്ക് വെള്ളിം പ്രദേശത്ത് പോയിരുന്ന് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 25-21. റൈറ്റ്? ഇസഹാക്ക്, റബേക്ക. റൈറ്റ്. സോ യു ഗെറ്റ് 4 മാർക്സ് ആൻഡ് പോൾസൺ ഗെറ്റ്സ് -1 മാർക്ക്. പോൾസന് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദിവസത്തിനായി നിങ്ങളങ്ങനെ സ്തുതിക്കുന്ന കർത്താവേ, ഇന്ന് കർത്താവ് നിൻ്റെ സന്നിധിയിലൂടെ കടന്നു വന്ന് ഈ ബൈബിൾ പീസിൽ പങ്കെടുക്കുവാനും നല്ല രീതിയിൽ അത് സംഘടിപ്പിക്കാൻ സാറിനെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കർത്താവേ ഇനിയും ഉണ്ടാകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ സാറിന് വേണ്ടിയിട്ട് പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു ബൈബിൾ മ്യൂസിയം കർത്താവ് ഇവിടെ നീ ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലുള്ളവർക്ക് അതേ ബൈബിളിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനും അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും കർത്താവ് ഈ മ്യൂസിയത്തിന് നീ ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അനേകായിരങ്ങൾക്ക് കർത്താവെ നിന്നെ അറിയുവാൻ ഈ മ്യൂസിയം ഒരു മുഖാന്തരമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇതിനു വേണ്ടി പണം ചെലവഴിച്ച് കർത്താവെ ഇതിനു വേണ്ടി ചെലവഴിക്കുന്ന സാറിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ. അത് യാതൊരു ലാഭേച്ഛയും കൂടാതെ കർത്താവെ ബൈബിൾ തർജ്ജമ ചെയ്യുവാനും പരിഭാഷപ്പെടുത്തുവാനും എല്ലാം കർത്താവെ സാറിനെ നീ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ മ്യൂസിയത്തിലെ ഓരോ പ്രവർത്തകർക്കായിട്ട് കർത്താവെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അവരെ അനുഗ്രഹിക്കണമേ കർത്താവെ. ഇനിയും കർത്താവിൻ്റെ നാമത്തിൽ കർത്താവെ കൂടുതൽ സ്ഥലങ്ങളിൽ കൂടുതൽ വേല ചെയ്യുവാൻ കർത്താവെ സാറിനെ നീ സഹായിക്കണമേ കർത്താവെ. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമീൻ. Right. So that brings us to the close of the prayer round. 2 bonus marks for all of them for the prayers.
2 ബോണസ് മാർക്ക് നൽകുകയാണ്. ദാറ്റ് ബ്രിങ്സ് us ടു ദ ക്ലോസ് ഓഫ് ദ പ്രെയർ റൗണ്ട്. 2 ബോണസ് മാർക്ക് പ്രാർത്ഥിച്ചവർക്കെല്ലാം കൊടുത്തു. റൈറ്റ്. മിസ്റ്റർ പോൾസന് -1 മാർക്ക് ക്യാൻസൽ ചെയ്തു. റൈറ്റ്. അങ്ങനെ സന്തോഷത്തോടുകൂടി ആ മാർക്ക് പ്രെയർ റൗണ്ടിൻ്റെ മാർക്സ് എങ്ങനെയാണ്? John Zachariah 11. John Zachariah gets 11 marks. Blessed Ziona G 7. Blessed Ziona gets 7 marks. Paulson PK 1. And Paulson PK gets 1 mark. So that means there is a clear winner. വ്യക്തമായിട്ടുള്ള ഒരു ജേതാവുണ്ട്. So please cross check the marks. Now will you please give me the final marks card and the winners? First prize goes to Miss Blessed Ziona with 27 marks. First prize goes to Miss Blessed Ziona with 27 marks. And the second prize to Mr. John Zachariah, Second prize goes to Mr. John Zachariah, 20 marks. 20 marks. And Mr. Paulson gets the consolation prize. And Mr. Paulson gets the consolation prize. Right. അടുത്ത സമ്മാനദാനമാണ്. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഈ ശുശ്രൂഷ കർത്താവിനെ കൂടുതൽ മനസ്സിലാക്കുവാനും അവൻ്റെ സാക്ഷികളായിട്ട് പ്രവർത്തിക്കുവാനും കൂടുതലായി നിങ്ങളെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.